പഴനിക്ക് തുല്യം ദർശന പുണ്യം ലഭിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട്ടെ എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. മഹാക്ഷേത്രങ്ങൾക്ക് സമാനമായി ധ്വജപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് ഈ ക്ഷേത്രം. മനമൊരുകി പ്രാർത്ഥിക്കുന്നവർക്ക് പഴനി സമാനമാണ് എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. കോഴിക്കോടിന്റെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. മഹാക്ഷേത്രങ്ങൾക്ക് സമാനമായി ഇവിടെ ധ്വജപ്രതിഷ്ഠ നടത്തണമെന്ന് പ്രശ്നവിധിയിൽ കണ്ടെത്തിയതിനാൽ അതിനുള്ള ഒരുക്കത്തിലാണ് ഭക്തജനങ്ങൾ. ധ്വജപ്രതിഷ്ഠയോടുകൂടി ഏപ്രിൽ 5 നടക്കുന്ന ധ്വജപ്രതിഷ്ഠയും തുടർന്നുള്ള ആറാട്ടുത്സവവും അടക്കം 10-ാം തീയതി വരെ നിലനിൽക്കുന്ന ആഘോഷ പരിപാടികളും നവീകരണ കർഷകവുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു കോടി രൂപ അടുത്ത് വരെ നമ്മൾ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോട് നടപ്പന്തലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടെ 7 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 2 കുളങ്ങൾ ഉൾപ്പെടെ നിലകൊള്ളുന്ന ഇവിടെ ദർശനം നടത്തിയാൽ പഴനി ദർശനത്തിന് സമാനമായി പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. വിശാലമായ 2 കുളങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ഇവ രണ്ടും പായലുകൾ മൂടി നാശോന്മുഖമായ അവസ്ഥയിലാണ്. അവ വൃത്തിയാക്കുക എന്ന ഭഗീരഥ പ്രയത്നവും ധ്വജപ്രതിഷ്ഠയ്ക്ക് മുമ്പായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 2 കുളങ്ങളാണ്. ഒന്ന് കിഴക്കേക്കുളം, പടിഞ്ഞാറേക്കുളം. നമ്മൾ ആറാട്ടുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് തികടായ എന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മൾ അഷ്ടബന്ധ നവീകരണ കലശം ധ്വജപ്രതിഷ്ഠയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല അവസ്ഥയിലാക്കേണ്ടതുണ്ട്. ഇനിയും ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. 2025 മാർച്ച് 26 മുതൽ ഏപ്രിൽ 10 വരെയാണ് ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.